ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ നാടിൻ തന്നെ അഭിമാനമായ ക്രിസ്തുകിരൺ സ്കൂളിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെ വീഡിയോയിലൂടെ കണ്ട് നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും നമ്മുടെ ക്രിസ്തുകിരൺ സ്കൂള്. ഇന്ന് നമ്മുടെ ക്രിസ്തുകിരൺ സ്കൂളിന്റെ ആനുവൽ ഡേ ആണ് കേട്ടോ. ആനുവൽ ഡേ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ വന്ന ഗസ്റ്റുകളെയൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെ പരേഡ് ഒക്കെ ചെയ്ത് വെൽക്കം ചെയ്തായിരുന്നു. പിന്നെ വെൽക്കം ഡാൻസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞ് മനസ്സുകളുടെ അല്ലെങ്കിൽ കുഞ്ഞ് മക്കളുടെ വെൽക്കം ഡാൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമ്മുടെ സിസ്റ്റേഴ്സ് പറയുണ്ടായി. പിന്നെ അതുകൂടാതെ നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുട്ടികളുടെ കലാപ്രകടനങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്നും മികച്ചതായിരുന്നു കേട്ടോ. ഞങ്ങളുടെ മീനുക്കുട്ടിയുടെ സ്കൂളിലും ക്രിസ്തുകിരൺ സ്കൂളിലും ഒരേ ദിവസമായിരുന്നു ആനുവൽ ഡേ. ഞങ്ങൾ രണ്ടിടത്തും ഉണ്ടായിരുന്നു. രണ്ടിടത്തെയും പ്രോഗ്രാമുകൾ ഞങ്ങൾ കണ്ടു, ആസ്വദിച്ച് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി തന്നെയായിരുന്നു കേട്ടോ ഇത്. എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്താൻ അവർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അതെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവർ ഈ ഒരു കൊല്ലം അവർ വാങ്ങിയിട്ടുള്ള എല്ലാ പ്രോത്സാഹന സമ്മാനങ്ങളും അതുകൂടാതെ തന്നെ അവർക്കുള്ള എല്ലാ ട്രോഫികളും വിതരണം ഇവിടെയായിരുന്നു. ഏകദേശം 350ഓളം ട്രോഫികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുട്ടികൾക്കായിട്ട് കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയത് മാത്രമല്ല, പുറത്ത് ഓരോ ക്ലബ്ബുകളും അതുകൂടാതെ നമ്മുടെ അൾട്ടിമേറ്റിൻ്റെ ഇതിലൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. കായികപരമായിട്ടുള്ള സ്പോർട്സ് പരമായിട്ടാണെങ്കിൽ കായികപരമായിട്ടുള്ള ഇതാണെങ്കിൽ എവിടെയാണെങ്കിലും പങ്കെടുക്കാൻ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നും കൊടുത്തിട്ടുള്ള ട്രോഫികളും ഇവിടെയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏകദേശം ഒരു 90-95% കുട്ടികൾക്കും ഇവിടെ ട്രോഫി ഉണ്ടായിരുന്നു. അതുകൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്നും കൊടുക്കുന്നുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ഇവിടുത്തെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നതാണ് ടീച്ചേഴ്സിൻ്റെ ഒരു കർത്തവ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനും ഇവിടെ പോയിന്റ് വ്യവസ്ഥയിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് ഫെസ്റ്റ് ഇവിടെയും ഉണ്ടായിരുന്നു കേട്ടോ. ചായ, കടി, തട്ടുദോശ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു കേട്ടോ, പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. തട്ടുദോശയൊക്കെ കഴിച്ചത് ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു കേട്ടോ. അതെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആ ഒരു ജൈത്രയാത്ര തുടരുകയാണ്. അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ പ്രോഗ്രാമിന് ഇട്ടിരുന്ന പേര് സ്കൈലാർക്ക് 2026 എന്നായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ പേര് തന്നെ അല്ലേ, കൊള്ളാമായിരുന്നു. പ്രോഗ്രാമൊക്കെ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. രക്ഷകർത്താക്കളുടെ പങ്കാളിത്തവും നാട്ടുകാരുടെ പങ്കാളിത്തവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്നുള്ള ഇടവകയിൽ നിന്ന് അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതെ, മെമ്പേഴ്സും പിന്നെ മെമ്പർമാരുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ ഒരു ബാദുഷ എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ടായിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സൈക്കോ സ്പെഷ്യലിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്